അള്ളാഹനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കിയില്ല എന്ന് ഖുർആൻ മുശ്രിക്കുകളോട് പറഞ്ഞത് കൃത്യമായി നെഞ്ചിലേറ്റേണ്ടി വരില്ലേ? മാലക്കും ലാ തർജൂനലില്ലാഹി വഖാറ, അള്ളാഹ്ക്ക് നിങ്ങൾ ഗാംഭീര്യം കാണുന്നില്ലേ എന്ന് നൂഹ് നബി ഖൗമിനോട് ചോദിച്ച പോലെ നിങ്ങളോട് ചോദിക്കേണ്ടി വരൂലേ? കാരണം നിരുപാധികം എന്നാണ്. നിരുപാധികം എന്ന് പറഞ്ഞാൽ എന്താ സഹോദരങ്ങളെ? യാതൊരു കാര്യകാരണ ബന്ധവും അതുപോലെ തന്നെയുള്ള സംഗതി ഇല്ലാതെ അള്ളാഹ് അറിയുന്ന പോലെ അറിയുന്നുള്ള വാദമാണ്. അത് ഈസ നബിക്കുണ്ടോ? റസൂലുള്ളാഹിക്കുണ്ടോ? ഒറ്റ അമ്പിയാക്കന്മാർക്കുള്ള അള്ളാഹ് അങ്ങനെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഖുർആനിലെ പ്രധാനപ്പെട്ട ആ വാദത്തിന് മുനയൊടിക്കുന്ന ആ ഒരു പദം പരമാവധി വാക്കിൽ നിന്ന് കട്ടിട്ട് അമ്പിയാക്കളുടെ ഈ വിഷയം പറഞ്ഞ് ശിർക്ക് സ്ഥാപിക്കുന്ന അമീർ വൈസി അമ്പലക്കടവിന്റെ പിഴച്ച വാദങ്ങളൊന്നും കേട്ടോളൂ. ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിശ്ചയം നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലുള്ള അള്ളാഹു പഠിപ്പിക്കുന്നു. ഈശ്വരൻ പറയുകയാണ്, നിങ്ങൾ ചോദിച്ചോ ആര് കഴിച്ച ഭക്ഷണം ഞാൻ പറഞ്ഞുതരാം. എന്താ നബി ഞാൻ കഴിച്ചത്? രാവിലെ കാലിച്ച 2 ബിസ്ക്കറ്റ് അല്ലെ? ഞാൻ എന്താ നബി കഴിച്ചത്? നീ ഇപ്പൊ നാട്ടാക്കി വന്നിട്ടുള്ളൂ, ഇറച്ചിക്കറി ഒഴിവാക്കി നീ പച്ചക്കറി കഴിച്ചത്. എന്തെന്റെ പച്ചക്കറി ഉണ്ടായിരുന്നത്? കാരറ്റും ബീറ്റ്റൂട്ടും. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലുള്ള അല്ലാഹുവിന്റെ അമ്പിയാക്കൽപ്പെട്ട ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആര് ചോദിച്ചാലും ചോദിച്ച ഭക്ഷണം ഏതാ, കഴിച്ച ഭക്ഷണമാ ഞാൻ ഇന്ന് പറഞ്ഞു തരാം. പറഞ്ഞു കൊടുത്തില്ലേ? വീട്ടിൽ സൂക്ഷിച്ചു വെച്ച കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈസ പറഞ്ഞു കൊടുത്തില്ലേ? എന്റെ കയ്യിൽ കാശില്ല, എന്റെ കയ്യിൽ കാശുണ്ടോ? 2326 പൈസ എന്റെ പെട്ടിയിലുണ്ടല്ലോ. പഠിച്ചോളെ. ബാങ്കിലോ? ആ ബാങ്കിൽ 2,36,000 റുപ്യ ഉണ്ടല്ലോ. ശരിയാണ്. ഈ തോതിന് വീട്ടിൽ സൂക്ഷിച്ചു വെച്ച സാധനങ്ങൾ വരെ മഹാനായ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന് പരിധിയില്ലാതെ കാണാനും അറിയാനും സാധിച്ചില്ലേ? അത് തന്റെ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തില്ലേ? അങ്ങനെ ഈശ്വരക്ക് കഴിയുമെന്ന് വിശ്വസിച്ചാൽ ഒന്ന് മുശ്രിക്കായ സഹോദരന്മാരെ, എന്ത് ഫാൾട്ടാണ് പറയുന്നത്? എന്ത് അബദ്ധമാണ് പറയുന്നത്? പരിധിയില്ലാതെ കാണാനും കേൾക്കാനും അല്ലാഹു മാത്രമാണ് കഴിയുക എന്ന ഈ വാദം എന്തുമാത്രം അബദ്ധജടിലമാണ്, എന്തുമാത്രം ഭീമാബദ്ധമാണ് സഹോദരന്മാരെ. ഇതൊക്കെ തൗഹീദിന്റെ അർത്ഥത്തിൽ വ്യാജമായ വ്യാഖ്യാനങ്ങൾ നൽകി സുന്നികളെ മുശ്രിക്കുകളാക്കാൻ വേണ്ടി പുതിയ വിശദീകരണങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് സംഭവിച്ച ഭീമാബദ്ധങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ശരി, അതാണ് സത്യം. സത്യം പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു. പക്ഷെ സത്യം പറയാൻ സാധിക്കൂല. കാരണം എന്താ? സത്യം പറഞ്ഞാൽ പലതും ഇവിടെ സംഭവിക്കും. അപ്പൊ സത്യത്തിന് സഹോദരങ്ങളെ, ഇവിടെ മുജാഹിദുകള് സുന്നികളെ മുശ്രിക്കാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഇപ്പൊ വിശ്വാസം എന്നാണ്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ആയത്തോതി എന്താ പറയുന്നത്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പാണ്ഡുരോഗികളെ കുഷ്ഠരോഗികളെ ഒക്കെ മാറ്റി, അതുപോലെ തന്നെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കപ്പെട്ട സാധനങ്ങൾ പറഞ്ഞു എന്നാണ്. അപ്പൊ പറഞ്ഞു നോക്കുമ്പോ ഈസാ നബിന്റെ കാലത്ത് ബിസ്ക്കറ്റ് ഉണ്ട് എന്നാ മനസ്സിലായത്. ഏത് കമ്പനിയാണ് മുമ്പ് പറഞ്ഞിട്ടില്ല. ബ്രിട്ടാനിയയാണോ ഇനി അത് മറ്റേ അതേപോലെ തന്നെ പിന്നെ പിയേലാണൊന്നും പറഞ്ഞിട്ടില്ല. അതേമാതിരി ബാങ്കുണ്ട്, പൈസ അടക്കലൊക്കെ ഉണ്ട് എന്നുള്ള നിലക്കാണ് ഇപ്പൊ കറക്റ്റായിട്ട് ഇങ്ങനെ നാസ്താക്കിയതും ബിസ്ക്കറ്റ് എന്നൊക്കെ പറയാൻ. അല്ലാഹു സുബ്ഹാനഹു തആല ആ കാര്യം പറയുമ്പോൾ അവിടെ എല്ലാം ബിഇദ്നില്ല അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം, അള്ളാഹുവിന്റെ അറിവ് പ്രകാരം എന്നാണ്. പടച്ചോൻ അറിയിച്ചു കൊടുക്കുമ്പോൾ അറിയുന്ന അതങ്ങോട്ട് മാറ്റിയിട്ട് നിരുപാധികം അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയും, മറഞ്ഞ കാര്യങ്ങൾ അറിയുമെന്ന് വരുത്തി തീർക്കുന്നത് മുഅ്ജിസത്ത് നിഷേധമാണ്. ശിർക്ക് സ്ഥാപിക്കുന്ന മാത്രമല്ല, മുഅ്ജിസത്ത് നിഷേധം. അത് കുഫ്റാണ്. അപ്പൊ എന്തെല്ലാം ആയിപ്പതിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ലേബിളിൽ നിന്നിട്ടാണ് ഈ പ്രമാണ വിരുദ്ധമായ രൂപത്തിൽ. എന്നാൽ അമ്പിയാക്കന്മാർക്ക് അങ്ങനെ നിരുപാധികം അറിയാനുള്ള കഴിവുണ്ടോ? ഇല്ല എന്ന് വേറൊരു പൈസ പറയാണ്. ഇല്ല എന്നാണ് വേറെ പൈസ വരുന്നത്. അപ്പൊ ഏതായാലും ശരി എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ബോധ്യമാവും. കേട്ടോളൂ. അപ്പോ അല്ലാഹു തആലക്ക് ഓരോ കാര്യം ചെയ്യുന്നത് അവന്റേതായ സമയമുണ്ട്. എല്ലാ കാര്യവും അതിന്റെ പരിധിയും നിയമവും നോക്കി അള്ളാഹുവാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹ് ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ സാധ്യമല്ല. ഔലിയാക്കൾ ചെയ്യുന്നത് അള്ളാഹ് ജീവിപ്പിക്കുകയാണ്, അള്ളാഹുവിനുള്ള കഴിവ് കൊടുക്കുകയാണ്. അവർക്ക് പരിധിയുണ്ട്. പരിധിയില്ലാത്ത ഒരു ഒഴിയുമില്ല, ഒരു പ്രവാചകനുമില്ല. പക്ഷേ സാധാരണക്കാരില്ല. എവിടെയാണ് പ്രശ്നം? അവർക്ക് പരിധിയുണ്ട്. പരിധിയില്ലാത്ത ഒരു ഒഴിയുമില്ല, ഒരു പ്രവാചകനുമില്ല. പക്ഷേ സാധാരണക്കാരില്ല. എവിടെയാണ് പ്രശ്നം? ആർക്കാ തർക്കം? അതന്നല്ലേ ഈ കറാമത്ത് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണ് എന്ന് പറയാത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്ത് പ്രകടിപ്പിച്ചിട്ടുണ്ട്.
ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ട്, മരണപ്പെട്ടാലും അവരത് വെളിപ്പെടും, ഒക്കെ അംഗീകരിക്കുന്നതാണ്. പക്ഷെ അതിന്റെ മറവില് മരണപ്പെട്ടുപോയ മഹാത്മാക്കളെ വിളിച്ചു തേടാൻ അത് തെളിവല്ല. അപ്പൊ പരിധി ഉണ്ട് എന്നതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയെങ്കിൽ പരിധിയില്ലാതെ കാണാൻ കഴിയുമെന്ന പുത്തൽവാദമാണ് അപ്പുറത്ത് അമീർ വൈസി അമ്പലക്കടവ് പറഞ്ഞത്. അപ്പൊ ഇവർക്കുള്ള താല്പര്യം എന്താ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇനി ഈ വിഷയത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് രണ്ട് ആയത്തുകൾ കേട്ടോളൂ. വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്ത് ജിന്ന് 26-27 ആയത്തിലൂടെ പറയുന്നത് എന്താണ്? ആലിമുൽ ഗൈബി വലാ യദുറു അലാ ഗൈബി അഹദാ. അവൻ അദൃശ്യകാര്യങ്ങൾ അറിയുന്നവനാകുന്നു ആര്? അല്ലാഹു തആല. എന്നാൽ അവൻ തന്റെ അദൃശ്യകാര്യങ്ങൾ ഒരാൾക്കും അവന് വെളിപ്പെടുത്തി കൊടുക്കുകയില്ല. എന്നിട്ട് പറയുന്നു, ഇല്ല മനിത്തലാമിർ റസൂൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ട റസൂലുമാർക്കല്ലാതെ അത് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ തന്നെയാണ് എന്നുള്ളതിന് ഇനി അഥവാ ഔലിയാക്കന്മാർക്ക് അതങ്ങനെ വഹി കിട്ടുമെന്ന് പറയാൻ നിൽക്കണ്ട. അത് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരിൽ തെരഞ്ഞെടുത്ത റസൂലുമാർക്കാണ് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് എന്ത്? فإنه يسلك من بين يديه ومن خلفه رصدا. എന്താണ് ഇവിടെ പറയുന്നത്? അള്ളാഹു ആ റസൂലിന്റെ മുമ്പിലും പിന്നിലും പാറാവുകാരെ ഏർപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഒരു വഹി ഇറക്കുമ്പോ അതിന് പ്രത്യക്ഷനായി മലക്കുകളിറക്കും. അപ്പൊ അമ്പിയാക്കന്മാരിൽ അള്ളാഹു തെരഞ്ഞെടുത്ത റസൂൽമാർക്ക് മാത്രമേ പ്രിയപ്പെട്ടവരെ അത് അറിയാൻ കഴിയുള്ളൂ എന്നാണ് സൂറത്ത് അൻആമിന്റെ 50 അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്ത് അറാബിന്റെ 199 പറയുന്നുണ്ട്. സമയമതിക്കുന്നത് പോലെ വിശദീകരണം ഞാൻ കുറയ്ക്കുകയാണ്. അപ്പൊ ഇവിടെ സത്യത്തില് അള്ളാഹുവിന് പുറമെ അമ്പിയാക്കളെ ഔലിയാക്കളെ വിളിച്ചു തേടാൻ വേണ്ടിയിട്ടുള്ള വാദമാണ് ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അല്ലെ? നോക്കൂ നിങ്ങൾ, ഖുർആനും സുന്നത്തും മാറ്റിവെച്ച് ഷിയാക്കളെ പിൽക്കാലത്ത് രചിക്കപ്പെട്ട ഈ മൗലിദിലൂടെ ഈ സമുദായത്തിന് ഇവർ നൽകിയത് എന്താ? ഈ